PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്കും വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ കൺട്രോൾ ആൻഡ് നാഷണലൈസേഷൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതാണ്. സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ്. The concept of social control of banks was evolved by the All India Congress Committee in 1967. 1967 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത്. സോഷ്യൽ കൺട്രോൾ മീൻസ് അഡീഷണൽ കൺട്രോൾ ഓൺ ബാങ്ക്സ്. ബാങ്കുകളുടെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡീഷണൽ കൺട്രോൾ, അതാണ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Social control of banks was approved by the Government of India and officially introduced on 14th December 1967. 1967 ഡിസംബർ 14 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോഷ്യൽ കൺട്രോൾ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 14th December 1967. Social control of banks means greater and stricter control over private sector banks and regulation of their activities in the interest of the society at large. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ കൺട്രോൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് നാഷണലൈസേഷൻ? ബാങ്കുകളുടെ കൺട്രോളും ഓണർഷിപ്പും ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതാണ് നാഷണലൈസേഷൻ. Under social control, ownership of banks in private hand, their control and regulation are in the hands of government. സോഷ്യൽ കൺട്രോൾ മാത്രമാണ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. ഓണർഷിപ്പ് പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. The difference between nationalization and social control is that under nationalization, both ownership and control of banks vest in the government, whereas under social control, ownership of banks is in private hands and only the control is vested in the hands of the government. നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പും കൺട്രോളും ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു. എന്നാൽ സോഷ്യൽ കൺട്രോൾ മാത്രമാണ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ലീഡിങ് ടു സോഷ്യൽ കൺട്രോൾ. അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എക്സ്പോർട്സ് തുടങ്ങിയ പ്രയോറിറ്റി സെക്ടറിന് വേണ്ടത്ര ക്രെഡിറ്റ് കൊടുത്തിരുന്നില്ല. അതുപോലെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു പ്രൊമോട്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് പ്രിവെൻറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ ഇൻഡിവിജ്വൽ. ബാങ്ക് ക്രെഡിറ്റിൻ്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുക. ടു പ്രൊവൈഡ് മോർ ബാങ്ക് ക്രെഡിറ്റ് ടു ദ പ്രയോറിറ്റി സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്സ്. പ്രയോറിറ്റി സെക്ടറിന് കൂടുതൽ ബാങ്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. ടു പ്രൊമോട്ട് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. ടു എക്സ്പാൻഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ ദ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസിലും സെമി അർബൻ ഏരിയാസിലും കൂടുതൽ ബാങ്കിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബാങ്കിങ് ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുക. ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യുക. പബ്ലിക് കോൺഫിഡൻസ് പ്രൊമോട്ട് ചെയ്യുകയും അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെയാണ് സോഷ്യൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അടുത്തത് വർക്കിംഗ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ്. For the implementation of the scheme of social control of banks, the government had taken two important steps. സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് എടുത്ത രണ്ട് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. ഒന്ന്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ. രണ്ട്, ദ ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ബാങ്കിങ് ലോസ്. 1967-68 ഗവൺമെൻറ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്തു. ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ചെയർമാൻ, RBI ഗവർണറായിരുന്നു വൈസ് ചെയർമാൻ. ദ ഗവൺമെൻറ് ഹു സെറ്റപ്പ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ, ദ ഫിനാൻസ് മിനിസ്റ്റർ വാസ് ദ ചെയർമാൻ ആൻഡ് ഗവർണർ ഓഫ് RBI വാസ് ദ വൈസ് ചെയർമാൻ ഓഫ് ദ കൗൺസിൽ. മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അസസിങ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് റിക്വയർഡ് ഫോർ ദ എക്കണോമി ആസ് എ ഹോൾ. എക്കണോമിക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റിൻ്റെ വോളിയം അസസ് ചെയ്യുക. പ്രൊവൈഡിങ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ടു ദ പ്രയോറിറ്റി സെക്ടർ. പ്രയോറിറ്റി സെക്ടറിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക. എൻഷുറിങ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമി. എക്കണോമിക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റിൻ്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. സോഷ്യൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് എടുത്ത ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ. രണ്ടാമത്തേത് ഇനാക്ട്മെൻറ്റ് ഓഫ് ബാങ്കിങ് ലോസ്. 1968 ബാങ്കിങ് ലോസ് അമെൻഡ്മെൻറ്റ് ആക്ട് ഗവൺമെൻറ് കൊണ്ടുവന്നു. ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 1969 ഫെബ്രുവരി 1 The Banking Laws Amendment Act of 1968 came into effect from 1st February 1969. ഈ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അടുത്തത് നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. ബാങ്കുകളുടെ നാഷണലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, നാഷണലൈസേഷനിൽ ബാങ്കുകളുടെ ഓണർഷിപ്പും കൺട്രോളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. 2 ഫേസ് നാഷണലൈസേഷൻ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ 1969 രണ്ടാമത്തേത് 1980. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ. 19th July 1969 ഗവൺമെൻറ് അനൗൺസ്ഡ് ദ നാഷണലൈസേഷൻ ഓഫ് 14 മേജർ ഇന്ത്യൻ ഷെഡ്യൂൾഡ് ബാങ്ക്സ് വിത്ത് ഡെപ്പോസിറ്റ്സ് ഓഫ് 50 crores ഓർ മോർ. 50 കോടിക്ക് മുകളിൽ ടോട്ടൽ ഡെപ്പോസിറ്റ് വരുന്ന ഇന്ത്യൻ ഷെഡ്യൂൾഡ് ബാങ്കുകളെ 14 ബാങ്കുകളെയാണ് 1969 ജൂലൈ 19 ഗവൺമെൻറ് നാഷണലൈസ് ചെയ്തത്. ഇന്ദിരാഗാന്ധി വാസ് ദ പ്രൈം മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് നാഷണലൈസേഷൻ ഓഫ് ദീസ് ബാങ്ക്സ്. 1969 ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ നടക്കുമ്പോൾ ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധി. എത്ര ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്? 14 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. അത് 50 കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റ് വരുന്ന ബാങ്കുകളാണ്. ആ 14 ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 14 ബാങ്കുകൾ: ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ദ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദ ബാങ്ക് ഓഫ് ബറോഡ, ദ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ദ കാനറ ബാങ്ക്, ദ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, the Dena Bank, the Union Bank of India, the Allahabad Bank, the Syndicate Bank, the Indian Overseas Bank, the Indian Bank, the Bank of Maharashtra. ഒന്നുകൂടി പറയാം. 1969 ദേശസാൽക്കരിച്ച 14 ബാങ്കുകൾ ഇതൊക്കെയാണ്: ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദ ബാങ്ക് ഓഫ് ബറോഡ, ദ യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ദ കാനറ ബാങ്ക്, the United Bank of India, the Dena Bank, the Union Bank of India, the Allahabad Bank, the Syndicate Bank, the Indian Overseas Bank, the Indian Bank, the Bank of Maharashtra. അടുത്തത് സെക്കൻഡ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ. രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണം. The second phase of bank nationalization in India was held on April 15, 1980. 1980 ഏപ്രിൽ 15 രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 6 ബാങ്കുകളെയാണ് രണ്ടാമത്തെ ഫേസിൽ നാഷണലൈസ് ചെയ്തത്. അത് 200 കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റ് വരുന്ന ബാങ്കുകളാണ്. 6 banks were nationalized in second phase. Total assets of a bank which exceeded rupees 200 crores were nationalized in the second phase. Indira Gandhi was the Prime Minister at the time of nationalization of 6 more banks. രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോഴും പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. നാഷണലൈസേഷൻ്റെ സെക്കൻഡ് ഫേസിൽ ഉൾപ്പെട്ട ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ആന്ധ്ര ബാങ്ക്, ദ കോർപ്പറേഷൻ ബാങ്ക്, ദ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, ദ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ദ വിജയ ബാങ്ക്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്. ഇങ്ങനെ 200 കോടിക്ക് മുകളിൽ ടോട്ടൽ ഡെപ്പോസിറ്റ് വരുന്ന 6 ബാങ്കുകളെ കൂടിയാണ് രണ്ടാമത്തെ ഫേസിൽ നാഷണലൈസ് ചെയ്തത്. ഇതാണ് ബാങ്ക് നാഷണലൈസേഷൻ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ് ആൻഡ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്